Hi friends, welcome to Mathematics. ഇന്നത്തെ സെഷൻ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലെ എക്സസൈസ് 4.1 പ്രോബ്ലംസ് ആണ്. ലാസ്റ്റ് സെഷൻ നമ്മൾ 3 പ്രോബ്ലംസ് ചെയ്തിരുന്നു. റിമൈനിങ് പ്രോബ്ലംസ് നോക്കാം. ഫോർത്ത് പ്രോബ്ലം, ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന് പി ഓഫ് എൻ എടുക്കാം. 1 into 2 into 3 plus 2 into 3 into 4 plus n into n plus 1 into n plus 2 is equal to plus 2 into n plus 3 divided by 4. First check ചെയ്യേണ്ടത് 1ന് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ എന്ന്. when n is equal to 1, p of 1 എന്ത് വരും? 1 വരുമ്പോൾ 1 into 1 plus 1, 2 into 1 plus 2, 3. n-ന് 1 കൊടുക്കുക. ഈക്വൽ ടു റൈറ്റ് സൈഡ് n-ന് 1 കൊടുത്താൽ 1 into 2 into 3 into 4. n-ന് 1 കൊടുക്കുക. ലാസ്റ്റ് 4 വരും. ഡിവൈഡഡ് ബൈ 4. ചെയ്ത് നോക്കാം. 2 into 3, 6. ഈക്വൽ ടു ഇവിടെ 2 into 3 into 4. ഇവിടെ 4 4 ക്യാൻസൽ ആവും. 2 into 3, 6. ഓക്കെ, n ഈക്വൽ ടു 1ന് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് കിട്ടി. therefore p of 1 is true. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് കെയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന്. n ഈക്വൽ ടു കെയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന്. അസ്യൂം ദാറ്റ് p of k is true. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ n-ന് പകരം k കൊടുക്കുക. p of k 1 into 2 into 3 plus 2 into 3 into 4 plus etc. k into k plus 1 into k plus 2 is equal to n-ന് പകരം k കൊടുക്കുക. k into k plus 1 into k plus 2 into k plus 3 divided by 4. n-ന് പകരം k കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തേക്കുക. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് n ഈക്വൽ ടു k പ്ലസ് 1 സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്നാണ്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് p ഓഫ് k പ്ലസ് 1 ഈസ് ട്രൂ. p ഓഫ് k പ്ലസ് 1 എഴുതി നോക്കാം. ഇത് കിട്ടും 1 into 2 into 3 പ്ലസ് 2 into 3 into 4 പ്ലസ് നമ്മൾ മേലെ എഴുതി വെച്ചേക്കുന്ന k ആണ്. ഒരു ടേമും കൂടി വരും അല്ലേ? kന്റെ ടേം എഴുതിയിട്ട് നമുക്ക് k പ്ലസ് 1ന്റെ ടേം എഴുതാം. നെക്സ്റ്റ് ടേം ആണ് k പ്ലസ് 1ന്റെ. k പ്ലസ് 1 ഇൻറ്റു kക്ക് പകരം k പ്ലസ് 1 കൊടുക്കാം. k പ്ലസ് 1 പ്ലസ് 1 താഴെ എഴുതാം. kക്ക് പകരം k പ്ലസ് 1. നെക്സ്റ്റ് ടേം k പ്ലസ് 1 വരും. k പ്ലസ് 1 പ്ലസ് 1, k പ്ലസ് 1 പ്ലസ് 2 അല്ലേ? ഈക്വൽ ടു എന്ത് കിട്ടണം? ഇവിടെ kക്ക് പകരം k പ്ലസ് 1 കൊടുത്താൽ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന p ഓഫ് n-ല് n-ന് പകരം k പ്ലസ് 1 കൊടുക്കാം. രണ്ടും ഒന്നാണ്. k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 1 വരും അല്ലേ? k പ്ലസ് 2 കിട്ടും അത്. നെക്സ്റ്റ് k പ്ലസ് 1 പ്ലസ് 2 വരും, അതായത് k പ്ലസ് 3 വരും. അടുത്ത് k പ്ലസ് 1 പ്ലസ് 3 വരും, അതായത് k പ്ലസ് 4 വരും. ഡിവൈഡഡ് ബൈ 4. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ലെഫ്റ്റ് സൈഡ് LHS ചെയ്യുമ്പോൾ RHS കിട്ടണം. LHSനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന p ഓഫ് k ആണ്. ഇത് ഫുള്ള് p ഓഫ് k ആണ് അല്ലെ? p ഓഫ് kന്റെ LHS നോക്കുക, സെയിം ആണ്. അപ്പൊ RHSലെ വാല്യൂ നമുക്ക് ഇതിന് പകരം എഴുതാം. അതായത് ഈ വാല്യൂ ഇത്രയും വാല്യൂവിന് പകരം എഴുതാം. ഇത് കിട്ടും k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു k പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 പ്ലസ് ഇനി ഒരു ടേമും കൂടി ഉണ്ട്, ഈ ടേം എഴുതിയിട്ടില്ല. k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 1, 2 ഇൻറ്റു k പ്ലസ് 3 ഈക്വൽ ടു ഇതാണ് നമ്മുടെ LHS. നമുക്ക് ചെയ്ത് RHS, ഇതാണ് RHS. ഇത് കിട്ടണം അല്ലേ? p of k plus 1 ന്റെ ഇക്വേഷൻ 2 ന്റെ LHS ആണ് ഞാൻ എടുത്തിരിക്കുന്നത്.
ഇക്വേഷൻ 2ന്റെ LHS. ദിസ് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു k പ്ലസ് 3 പ്ലസ് ഇവിടെ 4 ഫുൾ LCM എടുക്കാം അല്ലേ? ഇവിടെ ഡിവൈഡഡ് ബൈ 1 ആണുള്ളത്, അതുകൊണ്ട് നമുക്ക് 4 LCM എടുക്കാം. 4 ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു k പ്ലസ് 3 ഡിവൈഡഡ് ബൈ ഓൾ ഡിവൈഡഡ് ബൈ 4 വരും. ഈക്വൽ ടു ഇവിടെ നോക്കിക്കേ, k പ്ലസ് 1 k പ്ലസ് 2 k പ്ലസ് 3 രണ്ട് സൈഡിലും ഉണ്ട്. രണ്ട് ടേംസ് ആണ്, രണ്ട് ടേംസിലും കോമൺ ടേംസ് ആയിട്ടുള്ള k പ്ലസ് 1 k പ്ലസ് 2 k പ്ലസ് 3 നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ബാക്കി വരുന്നത് ഇവിടെ ഒരു k വരും, ഇവിടെ ഒരു 4 വരും. k പ്ലസ് 4 ഡിവൈഡഡ് ബൈ 4 is equal to നമുക്ക് കിട്ടേണ്ട റൈറ്റ് സൈഡ് നോക്കുക, ഇത് തന്നെ കിട്ടി അല്ലേ? RHS ആണ്. ഇക്വേഷൻ 2 നോക്കുക, RHS നമുക്ക് കിട്ടി. ഈക്വൽ ടു RHS. ഇക്വേഷൻ 2ലെ RHS ആണ്. ഇക്വേഷൻ 2 പറയുന്നത് എന്താണ്? P of k plus 1 is true when P of k is true. Therefore, by mathematical induction, P of n is true for every n. n is a natural number. Okay. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് P of n എടുക്കാം. P of n 1 into 3 plus 2 into 3 square plus 3 into 3 raised to 3 plus etc. plus n into 3 raised to n is equal to 2n minus 1 into 3 raised to n plus 1 plus 3 divided by 4. ഫസ്റ്റ് നമുക്ക് when n is equal to 1 സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ നോക്കാം. P of 1 എഴുതിയാൽ എന്ത് വരും? n ന് 1 കൊടുക്കുക, 1 into 3 raised to 1 is equal to RHS നോക്കുക. ഇവിടെ n ന് 1 കൊടുത്താൽ 2 into 1 2 minus 1 into 3 raised to 1 plus 1 2 plus 3 divided by 4 is equal to 1 into 3 square plus 3 divided by 4 9 plus 3 12 divided by 4 is equal to 3 എന്ന് കിട്ടും. ലെഫ്റ്റ് സൈഡും 3 തന്നെയാണ്. n equal to 1 സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് കിട്ടി. therefore P of 1 is true. ഓക്കെ, ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് n equal to k ക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. assume that P of k is true. P of k is equal to 1 into 3 n ന് പകരം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ n ന് പകരം k കൊടുക്കണം. 1 into 3 plus 2 into 3 square plus 3 into 3 cube plus etc. n into 3 raised to n is equal to ഇതിൽ n ന് പകരം k കൊടുക്കണം. ഇവിടെ എന്ത് വരും? k into 3 raised to k is equal to 2k minus 1 into 3 raised to k plus 1 plus 3 divided by 4 എന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ n ന് പകരം k കൊടുക്കുക. k into 3 raised to k. ഇനി നെക്സ്റ്റ് നമുക്കിത് ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്തേക്കുക. ഇക്വേഷൻ 1 കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് P of k plus 1 is true. അതായത് സ്റ്റേറ്റ്മെന്റ് n equal to k plus 1 കൊടുത്താൽ ട്രൂ ആകുമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് P of k plus 1 എഴുതി നോക്കാം. 1 into 3 plus 2 into 3 square plus etc. ലാസ്റ്റ് k into ടേം ഇതാണ്, k into 3 raised to k. ഒരു ടേമും കൂടി വരും k plus 1 ന്റെ. k plus 1 into 3 raised to k plus 1 is equal to
റൈറ്റ് സൈഡിൽ കെക്ക് പകരം നമ്മൾ k+1 കൊടുക്കണം. 2 ഇൻറ്റു കെക്ക് പകരം k+1 -1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. 3 റൈസ് ടു കെക്ക് പകരം k+1 കൊടുത്താൽ k+1 എന്താകും? k+1+1 വരും അല്ലെ, k+2 വരും. കെക്ക് പകരം k+1 കൊടുക്കുക. +3 ഡിവൈഡഡ് ബൈ 4. റൈറ്റ് സൈഡ് നമുക്ക് ഒന്നുകൂടെ മാറ്റി എഴുതാം. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ 2k+2 -1 ഇൻറ്റു 3 റൈസ് ടു k+2 +3 divided by 4 is equal to 2k+1 2 minus 1 1 ആയി into 3 raised to k+2 +3 divided by 4. ഓക്കെ, നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക ഇതിന്. ഇനി നമുക്ക് ഇതിന്റെ LHS, ഇക്വേഷൻ 2ന്റെ LHS നോക്കാം. ഇവിടെ 1 × 3 + 2 × 3² എക്സെട്ര k × 3 raised to k. ഇക്വേഷൻ 1ൽ നിന്ന് നമുക്ക് അതെന്താണെന്ന് അറിയാം. ഇക്വേഷൻ 1ന്റെ LHS ആണത്. അപ്പൊ അതിന്റെ RHS കിട്ടിയ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്ത് കിട്ടും? 2k - 1 ഇൻറ്റു ഇക്വേഷൻ 1ൽ നിന്നും 2k - 1 ഇൻറ്റു 3 raised to k+1 3 raised to k+1 +3 divided by 4 അല്ലേ. ഇക്വേഷൻ 1ന്റെ റൈറ്റ് സൈഡിലെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് ബാക്കിയുള്ള ടേം, ഇനി ഒരു ടേമും കൂടി ഉണ്ട് ഇവിടെ, k+1 ഇൻറ്റു 3 raised to k+1 ഈക്വൽ ടു ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതാണ് LHS. ഇക്വേഷൻ 2ന്റെ LHS എടുത്തു, നമുക്ക് RHS പ്രൂവ് ചെയ്യണം. ഈക്വൽ ടു ഈ ബ്രാക്കറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അതിന് മുമ്പ് നമുക്കിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്ട് 4 ഇവിടെ 1 ആണ്, ഡിനോമിനേറ്റർ 1 ആണ്. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2k - 1 ഇൻറ്റു 3 raised to k+1 +3 പ്ലസ് 4 ഇൻറ്റു k+1 ഇൻറ്റു 3 raised to k+1 വരും അല്ലേ. ഓൾ ഡിവൈഡഡ് ബൈ 4 ആക്കി. ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് 3 raised to k+1 ഉള്ള ടേംസ് ഒന്നിച്ചെഴുതാം. അതിനുവേണ്ടി 2k - 1 ഇൻറ്റു 3 raised to k+1 പ്ലസ് ഈ ടൈം ഞാനൊന്ന് ലെഫ്റ്റിലോട്ട് എഴുതാം. 3 ഇവിടെ ഉണ്ട്, 3 ലാസ്റ്റ് എഴുതാം. 4 വെച്ച് ബ്രാക്കറ്റിനകം മൾട്ടിപ്ലൈ ചെയ്താൽ 4k + 4 കിട്ടും അല്ലേ. ഇൻറ്റു 3 raised to k+1 പ്ലസ് ഈ 3 ലാസ്റ്റ് ആണ് എഴുതുന്നത്. ഓൾ ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാം. ഈക്വൽ ടു ഇവിടെ നോക്കി 3 raised to k+1 പുറത്തെടുത്താൽ ഈ ടേമിന്റെ ഒരു 2k - 1 ഉണ്ട്, ഇവിടെ ഒരു 4k + 4 ഉണ്ട്, ബാക്കി 3. ഇത് വരും 3 raised to k+1 ഇൻറ്റു 2k + 4k 6k -1 + 4 + 3 ബാക്കി ഒരു 3 ഡിവൈഡഡ് ബൈ 4. ഇനി ഇതിനകത്തും 3 raised to k+1 ഇൻറ്റു ഇവിടെ ഒരു 3 കോമൺ ആണ്, 3 പുറത്തെടുത്താൽ ബാക്കി 2k + 1 വരും +3 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു ഇവിടെ 3 ഉണ്ട്, 3 raised to k+1 ഉണ്ട്. ഒന്നിച്ച് എഴുതിയാൽ 3 raised to k+2 എന്ന് എഴുതാം. a raised to ഇവിടെ 1 ആണ് ശരിക്കും. a raised to m ഇൻറ്റു a raised to n, a raised to m + n. അപ്പൊ k+1 + 1 വരും, k+2 ആയി. ഓക്കെ, ഇൻറ്റു 2k + 1 ആണ്, +1 +3 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. അതായത് 3 ഇൻറ്റു k raised to 2 ഇതാണ് നമുക്ക് കിട്ടേണ്ടതെന്ന് നോക്കിക്കേ. 3 raised to k+2 2k + 1 ഇൻറ്റു 3 raised to k+2 +3 ഡിവൈഡഡ് ബൈ 4. ഇതന്നെയാണ് നമുക്ക് കിട്ടിയ ദിസ് ഈക്വൽ ടു RHS. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 2k + 1 ഇൻറ്റു 3 raised to k+2 +3 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു RHS എന്ന് കിട്ടി. ഇക്വേഷൻ 2ൽ നോക്കുക. ഓക്കെ, നമ്മൾ പ്രൂവ് ചെയ്തു. therefore p of k+1 is true when p of k is true അല്ലേ. k ട്രൂ ആയതുകൊണ്ട് മാത്രമാണ് k+1 ട്രൂ ആയത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore by mathematical induction
induction P of n is true for every n. N is a natural number. N is a natural number. Okay, നമുക്ക് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് കിട്ടി, സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് P of n എടുക്കാം. 1 into 2 plus 2 into 3 plus 3 into 4 plus etc plus n into n plus 1 is equal to n into n plus 1 into n plus 2 divided by 3. ഇനി നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് n is equal to 1 സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ നോക്കാം. P of 1 കണ്ടു നോക്കാം. P of 1 കാണുമ്പോൾ n ന് 1 കൊടുക്കുക. 1 into 1 plus 1 2 is equal to RHS ൽ n ന് 1 കൊടുത്താൽ 1 into 1 plus 1 2 1 plus 2 3 divided by 3 ഇവിടെ n ന് 1 കൊടുക്കുക. is equal to 2 is equal to 3 3 cancel out 2. Therefore P of 1 is true എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത് കെക്ക് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന്. Therefore assume that P of k is true. P of k എന്ത് വരും? n ന് പകരം k കൊടുക്കുക. 1 into 2 plus 2 into 3 plus 3 into 4 plus etc k into k plus 1 is equal to k into k plus 1 into k plus 2 divided by 3. നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ k plus 1 ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. P of we have to prove that P of k plus 1 is true. P of k plus 1 എഴുതി നോക്കാം. 1 into 2 plus 2 into 3 plus etc. k കഴിഞ്ഞിട്ടാണ് k plus 1 ടൈം വരുന്നത് അല്ലേ? k കഴിഞ്ഞ് അടുത്ത k plus 1 into k plus 1 plus 1 അല്ലേ? kക്ക് വരും k plus 1 കൊടുക്കുക. k plus 1 കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു 1 കൂടെ. n ന് വരും k plus 1 കൊടുത്തു. P of k plus 1 എന്ന് പറയുമ്പോൾ n ന് വരും തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ k plus 1 കൊടുത്തു. ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്ത് വരും? താഴെ n ന് പകരം k plus അല്ലെങ്കിൽ kക്ക് വരും k plus 1 കൊടുക്കണം. k plus 1 into k plus 1 പിന്നെ ഒരു 1 കൂടി ഉണ്ട് പ്ലസ് 1 into k plus 1 kക്ക് വരാണ് k plus 1 കൊടുത്തത് പ്ലസ് 2 all divided by 3. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഇക്വേഷൻ 1 കൊടുക്കാം. ഇക്വേഷൻ 1ൽ നിന്നും നമുക്ക് ഇത്രയും പാർട്ട് എന്താണെന്നറിയാം. റൈറ്റ് സൈഡ് നോക്കി ഇക്വേഷൻ 1ന്റെ RHS നോക്കുക. അത് ഈ വരച്ചിരിക്കുന്നതും ഈ LHS സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിന് പകരം എന്തെന്ന് എഴുതാം? RHS എഴുതാം. k into k plus 1 into k plus 2 divided by 3 പ്ലസ് ഇനി ഇവിടെ ഒരു ടേമും കൂടി ഉണ്ട്. k plus 1 into k plus 1 plus 1 k plus 2 is equal to RHS എഴുതിയാൽ k plus 1 into k plus 1 plus 1 2 into k plus 1 plus 3 2 k plus 3 വരും all divided by 3. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. 2ന്റെ LHS എടുക്കാം. LHS ഈക്വൽ ടു ഇത് 3 വെച്ച് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. LCM എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. k plus 1 into k plus 2 പ്ലസ് ഡിവൈഡഡ് ബൈ 3 ആണ്. അപ്പോൾ ഇവിടെ 3 into k plus 1 into k plus 2 വരും അല്ലേ? LCM 3 എടുക്കുന്നു. ഇതിനകത്ത് ഡിവൈഡഡ് ബൈ 1 ആണ് ഇവിടെ, അതുകൊണ്ട് LCM 3 എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈസ് ഈക്വൽ ടു നമുക്ക് റൈറ്റ് സൈഡ് ഇക്വേഷൻ 2ന്റെ റൈറ്റ് സൈഡ് എത്തണം അല്ലേ? ഈക്വൽ ടു ഇവിടെ ഒക്കെ k plus 1ഉം k plus 2 രണ്ട് ടൈമിലും കോമൺ ആണ്. ഇത് പുറത്തെടുക്കാം. k plus 1 into k plus 2 ഔട്ട് സൈഡ് എടുത്തു. ഇനി റിമൈനിങ് ഇവിടെ ഒരു kയും ഉണ്ട്, ഇവിടെ ഒരു 3യും ഉണ്ട്. ഡിവൈഡഡ് ബൈ 3 എന്ന് വരും.
ഓക്കെ ഈക്വൽ ടു നമ്മുടെ ആൻസർ ആയില്ലേ. ആൻസർ നോക്കുക, 2ന്റെ ഇക്വേഷൻ 2ന്റെ റൈറ്റ് സൈഡ് ആയി k+1 × k+2 × k+3 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു RHS. Therefore P of k+1 is true when P of k is true. K true ആണെങ്കിൽ മാത്രമാണ് k+1 true ആവുള്ളൂ. Therefore by mathematical induction എന്ത് പറയാം, P of n is true for every n. n is a natural number അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റിജർ, രണ്ടും സെയിം ആണ്. നമുക്ക് 6th ക്വസ്റ്റ്യൻ നമ്മൾ പ്രൂവ് ചെയ്തു, സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. 7th ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് P of n എടുക്കാം. P of n 1 × 3 + 3 × 5 + etc. 2n - 1 × 2n + 1 is equal to n × 4n² + 6n - 1/3. നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് n-ന് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ചെക്ക് ചെയ്യണം. when n is equal to 1 ഇത് വരും, P of 1 വരും. P of 1 എന്ന് പറയുന്നത് 1 × 3 + 3 × 5 + etc. plus n equal 1. P of 1 ഇത് കിട്ടും, n-ന് 1 കൊടുക്കുക. 2 × 1 - 1 2 - 1 × 2 × 1 2 + 1 വരും is equal to റൈറ്റ് സൈഡ് നോക്കിയാൽ n-ന് 1 കൊടുത്താൽ 1 × 4n² 4 + 6n 6 - 1 divided by 3. n-ന് 1 കൊടുക്കുക. 2 - 1 1 1 × 2 + 1 3 is equal to 4 + 6 10 - 1 9/3. റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് 3 ആണെന്ന് കാണാം. Therefore P of 1 is true എന്ന് കിട്ടും അല്ലേ. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് കെയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന്, n equal to kക്ക് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. അസ്യൂം ദാറ്റ് P of k is true. P of k എഴുതി നോക്കാം. P of k എന്ന് പറയുന്നത് 1 × 3 + 3 × 5 + etc. n-ന് പകരം k കൊടുക്കുക. 2k - 1 × 2k + 1 is equal to തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ n-ന് പകരം k കൊടുക്കുക. k × 4k² + 6k - 1 divided by 3. n-ന് പകരം k കൊടുത്തു. സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്തു. ഇക്വേഷൻ 1 കൊടുക്കുക. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് P of k + 1 is true. ഇനി k + 1 സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ചെക്ക് ചെയ്യണം. P of k + 1 1 × 3 + 3 × 5 + etc. ഇവിടെ kക്ക് പകരം k + 1 ആണ് കൊടുക്കുന്നത്. അപ്പം kയുടെ ലാസ്റ്റ് ടേം ആണ് 2k - 1 × 2k + 1. അത് കഴിഞ്ഞ് ഒരു ടേമും കൂടി വരും. ഏതായത് kക്ക് പകരം k + 1 വരും. 2 × k + 1 - 1 ഇവിടെ kക്ക് പകരം k + 1 കൊടുത്താൽ 2 × k + 1 + 1. ഇതാണ് ലാസ്റ്റ് ടൈം വരുന്നത്. അതായത് n equal to k + 1 കൊടുക്കണം സ്റ്റേറ്റ്മെന്റിൽ. റൈറ്റ് സൈഡ് എന്ത് വരും, kക്ക് വരും, റൈറ്റ് സൈഡിലും k + 1 കൊടുക്കുക. k + 1 × 4 × k + 1 whole square പ്ലസ് ഇവിടെ സ്ഥലമില്ല എഴുതാൻ. റൈറ്റ് സൈഡിൽ നിന്ന് മാറ്റി എഴുതുക. ഇസ് ഈക്വൽ ടു ഇക്വേഷൻ 1 നോക്കുക. k + 1 × 4 × k + 1 whole square plus 6 × k + 1 - 1 all divided by 3. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ n-ന് പകരം k + 1 അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഇവിടെ നോക്കിയിട്ട് kക്ക് പകരം k + 1 കൊടുക്കുക. ഇതൊന്നുകൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇസ് ഈക്വൽ ടു k + 1 × 4 × k + 1 whole square എന്ന് പറഞ്ഞാൽ k² + 2k + 1 വരും.
plus 6k plus 6 minus 1 all divided by 3 is equal to k plus 1 into 4 വെച്ച് multiply ചെയ്താൽ 4k square plus 8k plus 4 കൊണ്ട് multiply ചെയ്തു plus 6k plus 6 minus 1 all divided by 3 is equal to k plus 1 into 4k square plus 8 plus 6 14k plus 4 plus 6 10 minus 1 9 all divided by 3 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നിൽക്കട്ടെ RHS ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് LHSലോട്ട് പോകാം. LHS നോക്കിക്കേ, പി ഓഫ് കെ പ്ലസ് 1ന്റെ LHSൽ നമുക്ക് ഇത് LHS RHS ഈക്വൽ ആണ് പ്രൂവ് ചെയ്യണം. ഈ ഫസ്റ്റ് നമ്മൾ ഈ കെയുടെ ടേംസ് എഴുതിയിരിക്കുന്നത് നമുക്ക് അറിയാം, ഇവിടെ ഇക്വേഷൻ 1ൽ നിന്ന് അറിയാം. ഈ ടേം എന്ന് പറയുന്നത് ഇതാണ്, കെ ഇൻറ്റു 4k സ്ക്വയർ പ്ലസ് 6k മൈനസ് 1 ഡിവൈഡഡ് ബൈ 3 ആണെന്നറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വാല്യൂ. ഇക്വേഷൻ 1 ഫസ്റ്റ് പാർട്ട് നമുക്ക് കെ ഇൻറ്റു 4k സ്ക്വയർ പ്ലസ് 6k മൈനസ് 1 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. ഫസ്റ്റ് പാർട്ടേ ആവുന്നുള്ളത്. ഇനി സെക്കൻഡ് പാർട്ട് നോക്കി, ഇവിടെ ഇതാണ് സെക്കൻഡ് പാർട്ട്, 2 ഇൻറ്റു കെ പ്ലസ് 1 മൈനസ് 1 പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 1 മൈനസ് 1 ഇൻറ്റു 2 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1. ഇതാണ് LHS, ഇക്വേഷൻ 2ന്റെ LHS. അതായത് പി ഓഫ് കെ പ്ലസ് 1ന്റെ LHS ആണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ ഇത് ഫസ്റ്റ് ടേമിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സെക്കൻഡ് ടൈം അങ്ങനെ തന്നെ എഴുതി. ഇക്വേഷനിൽ ഫസ്റ്റ് ടേമിന്റെ വാല്യൂ ഇക്വേഷൻ 1ൽ നിന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സെക്കൻഡ് ടൈം അങ്ങനെ തന്നെ എഴുതി. നമുക്ക് സെക്കൻഡ് ടൈം ഒന്ന് ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് കെ ഇൻറ്റു 4k സ്ക്വയർ പ്ലസ് 6k മൈനസ് 1 പ്ലസ് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത് 2k പ്ലസ് 2 മൈനസ് 1 2k പ്ലസ് 2 പ്ലസ് 1 അല്ലേ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ബ്രാക്കറ്റിനകം മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ മാത്രമാണ് ഡിവൈഡ് ബൈ 3 ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. കെ വെച്ച് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. 4k ക്യൂബ് പ്ലസ് 6k സ്ക്വയർ പ്ലസ് മൈനസ് k പ്ലസ് ഓൾ ഡിവൈഡഡ് ബൈ 3 എടുക്കുകയാണ്, അതുകൊണ്ട് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 3 ഇൻറ്റു 2k പ്ലസ് 1 2 മൈനസ് 1 1 വരും, 2k പ്ലസ് 3 ഇത് 2k മൈനസ് 1 ഇത് 2k പ്ലസ് 3 എന്ന് എഴുതി. 3 വെച്ച് ഇവിടെ ഡിവൈഡഡ് ബൈ 1 ആണ്, LCM എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ്, 3 വരും, ഇവിടെ ഒരു 3 വരും. ഈക്വൽ ടു ഇനി നമുക്കിതൊന്നും കൂടെ നമുക്ക് റൈറ്റ് സൈഡ് കിട്ടേണ്ടത് ഒരു k പ്ലസ് 1 ഇൻറ്റു വരണം അല്ലേ, 4k സ്ക്വയർ പ്ലസ്. ഓക്കെ, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. 4k ക്യൂബ് പ്ലസ് 6k സ്ക്വയർ മൈനസ് k പ്ലസ് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 6k പ്ലസ് 3. ഫസ്റ്റ് ടേമിന് മാത്രം 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, രണ്ട് ടേമിന് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഡിവൈഡഡ് ബൈ 3 equal to 4k cube plus 6k square minus k plus ഇത് ബ്രാക്കറ്റിൽ നിന്ന് കളയാം, 6k into 2k 12k square plus 6k into 3 18k plus 3 into 2k 6k plus 3 into 3 last 9. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ 4k ക്യൂബ് പ്ലസ് 12 പ്ലസ് 6 18k സ്ക്വയർ, ഇവിടെ 18 പ്ലസ് 6 24 മൈനസ് 1 പ്ലസ് 23k. ഇനി k ഇല്ലാത്ത ടേംസ് ആകെ 9 മാത്രമേ ഉള്ളൂ, പ്ലസ് 9 ഓൾ ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. ഇനി നമ്മുടെ RHS നോക്കാം. RHSൽ നമ്മൾ k പ്ലസ് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. ഈക്വൽ ടു
k വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 4k³ പ്ലസ് 14k² പ്ലസ് 9k. ഇനി 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് 4k² പ്ലസ് 14k പ്ലസ് 9 വരും അല്ലേ. ഓൾ ഡിവൈഡഡ് ബൈ 3. 4k³ ഇതൊന്ന് മാറ്റി കഴിഞ്ഞാൽ 4k³ പ്ലസ് 14 പ്ലസ് 4 18k² പ്ലസ് 9 പ്ലസ് 14 23k പ്ലസ് 9 ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാം. ഇത് തന്നെയാണ് നമുക്ക് കിട്ടിയ RHS അല്ലേ. ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതണമായിരുന്നു, കാരണം ഇങ്ങനെ നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതി. RHS മാക്സിമം സിംപ്ലിഫൈ ചെയ്തിട്ടിട്ട് വേണം LHS ചെയ്യാൻ. കാരണം നമുക്ക് കിട്ടുന്ന ടേംസ് ഇവിടെ നമുക്ക് k+1 ഒന്നും എവിടെയും പുറത്തെടുക്കാൻ പറ്റില്ലായിരുന്നു. കിട്ടിയ ടേംസ് ഇങ്ങനെയാണ്. ഇത് തന്നെയാണ് ഇപ്പൊ നമുക്ക് RHS സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയ ടേംസ്. ഓക്കെ, ഇപ്പൊ LHS = RHS എന്ന് കിട്ടി. Therefore P of k+1 is true when P of k is true. Therefore, by mathematical induction, P of n is true P of n is true for every n is a positive integer, the natural number. Okay, 7 questions നമ്മൾ ചെയ്തു. നെക്സ്റ്റ് സെഷനിൽ ബാക്കി റിമൈനിങ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.